ഓ ഓ കരയില്ലടാ. വാവോ വാവോ മോളെ കരയില്ലടാ. അമ്മ പാല് തന്നിട്ട് മോള് വയറ് നിറഞ്ഞില്ലേ? അമ്മ എന്ത് ചെയ്യാനാ? ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. ഓ ഓ ഓ ഓ ഓ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? ദത്തേട്ടാ 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 എന്താണ് സുഖിച്ച് കിടന്ന് ഉറങ്ങാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ്. എന്താടി കുഞ്ഞു കരയുന്ന കേട്ടില്ലേ? ഇടിയത് വിശന്നിട്ടാ, നീ പാല് കൊടുക്ക്. അതിന് പാല് വേണ്ടേ? എന്റെ പാല് അവൾക്ക് തികയുന്നില്ലെന്ന് ദത്തേട്ടന് അറിയില്ലേ? ഞാൻ പാല് കടയിൽ പോയി മേടിച്ചോണ്ട് വരാം. പറഞ്ഞു മനസ്സിലാവില്ലേ? അയ്യോ, നീ എന്തിനാണ് പുള്ളി എന്നെ ചവിട്ടിയത്? പിന്നെ ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? നിങ്ങളൊരു അച്ഛനാണോ മനുഷ്യ? ഈ പ്രായത്തിലുള്ള കുഞ്ഞിന് കടയിൽ പോയി പാല് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളത് ആരെങ്കിലും ഇങ്ങനെ പറയൂ? പാതിരാത്രിയിൽ സ്വന്തം കുഞ്ഞ് വിശന്ന് നടന്ന് നിലവിളിക്കുമ്പോ ഇങ്ങനെയാണോ ഒരു അച്ഛൻ പറയുന്നേ? എടി, ഉറക്കത്തിൽ ഞാൻ ഏതാണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. അറിയാതെ ഇങ്ങനെയാണോ പറയുന്നേ? പിന്നെ ഞാനെന്താ വേണ്ടത്? എനിക്ക് പാലില്ലല്ലോ. പാതിരാത്രി വളിച്ച കോമഡി എങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കൊച്ചിന്റെ അച്ഛനാണെന്ന് നോക്കില്ലോ ചവിട്ടി കൂട്ടിക്കളഞ്ഞ. വേണ്ട വേണ്ട. അല്ല ആമി, നീ നീ എന്തിനാടി ഇങ്ങനെ വയലന്റ് ആവുന്നേ? ഞാനിപ്പോ എന്താ വേണ്ടത്? മര്യാദയ്ക്ക് കൊച്ചിനെ പിടിക്കാതെ തേട്ടാ. ഞാൻ പോയി തൽക്കാലം ഇത്തിരി പാലെടുത്തോണ്ട് വരാം. എടി, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ആ പാല് കൊടുക്കാൻ പാടില്ല, ദഹിക്കത്തില്ലെന്ന്. അതല്ലേ മനുഷ്യൻ ഞാൻ മലയാളത്തിൽ പറഞ്ഞ എനിക്ക് പാല് കുറവാണെന്ന്. ആ, എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഡോക്ടറെ കണ്ടോ എന്തെങ്കിലും മരുന്ന് വാങ്ങി കുടിക്കായിരുന്നല്ലോ. ആ, എന്തോ എനിക്കറിയില്ല. എനിക്കറിയാം, അതിനൊക്കെ നല്ല ചികിത്സയുണ്ട്. ഓ, എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും ആ സുജാത അല്ലേ? എന്റെ അമ്മ, ഈ പാതിരാത്രിയെങ്കിലും നിന്റെ ഈ സംശയം ഒന്ന് മാറ്റി വെച്ചൂടെ?